LDFന് 100% വിജയസാധ്യത തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. കാരണം ഒരു ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും സാമ്പത്തിക ഉപരോധവും ഉണ്ടാകുമ്പോഴും ഒരു സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എത്രത്തോളം വരെ പോകാം, വികസന കാര്യങ്ങളിലായാലും ജനക്ഷേമകരമായ കാര്യങ്ങളിലായാലും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഈ 10 കൊല്ലക്കാലം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ CPIയുടെ മന്ത്രിമാരെ കുറിച്ചൊരു വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു, പ്രത്യേകിച്ച് സിവിൽ സപ്ലൈസ്, അതുപോലെ തന്നെ കൃഷി. അപ്പോൾ അതെങ്ങനെയാണൊന്ന് നോക്കിക്കാണുന്നത്? അല്ല, ഓരോ വകുപ്പുകൾ പ്രത്യേകം എടുത്ത് അതിൽ ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെ പെരുപ്പിച്ച് കാണിക്കാനും ഒക്കെ ശ്രമിക്കൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ചില UDF അനുകൂല പ്രചാരവേലക്കാരുടെ പ്രധാന ജോലിയാണത്. അതവർ ചെയ്യും. ഇപ്പോൾ ഈ ഇടക്കാലങ്ങളിൽ ആരോഗ്യവകുപ്പിനെ തറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി എത്ര പ്ലാൻ ചെയ്താണ് അത് സംഘടിപ്പിച്ചത്. സത്യത്തിൽ ആരോഗ്യരംഗത്തൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ലോക നിലവാരത്തിലേക്ക് ഉയർന്നു. നമ്മുടെ ആരോഗ്യ മേഖല ചില കാര്യങ്ങളിൽ ലോക നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിലായിട്ടുള്ള ആരോഗ്യ മേഖല. പക്ഷെ അതിനെയൊക്കെ മൂടി വെച്ചുകൊണ്ട് ഒന്നോ രണ്ടോ ചില ഇൻസിഡൻ്റ് എടുത്ത് കാണിച്ച് അതുകൊണ്ട് ആ ആരോഗ്യ മേഖല മോശമാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഓരോ വകുപ്പിലും ഉണ്ടാകുന്നുണ്ട്. അതങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ അർത്ഥമില്ല. മൊത്തത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ കാല 2016 ഈ ഗവൺമെൻറ് വരുമ്പോൾ എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ, അത് വന്നതിന് ശേഷമുള്ള ഈ 2026 തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോകുന്ന ഈ 10 കൊല്ലക്കാലങ്ങൾക്കിടയിൽ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്ത്, അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് വേണം പരിശോധിക്കാൻ. ഏത് ജനവിഭാഗങ്ങൾക്കാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള പ്രയോജനം കിട്ടാത്തത്? എന്തെല്ലാം പ്രതിസന്ധികൾ ഈ ഗവൺമെൻറ് നേരിടേണ്ടി വന്നു. ആ സമയത്തൊന്നും ആളുകളെ തള്ളക്കോഴികൾ കുട്ടികളെ ചിറകരിൻ്റെ അടിയിൽ നിർത്തുന്നത് പോലെ നിർത്തി മുന്നോട്ട് പോകാൻ ഈ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോൾ 2018 പ്രളയം വന്നു, അതിന് ശേഷമുള്ള 19 പ്രളയം വന്നു. ഈ 2 പ്രളയകാലത്തും സത്യത്തിൽ പറഞ്ഞാൽ അന്തം വിട്ടു പോകും ഭരണകർത്താക്കൾ പോലും. ആ സമയത്തും യാതൊരു ഉത്കണ്ഠയ്ക്കും ഇടയില്ലാതെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി. വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കി. അതുപോലെ തന്നെ കൊറോണ വന്നു. കൊറോണ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ വന്നതാണ്. ആ കൊറോണയുടെ അവസ്ഥയിൽ ഏറ്റവും നന്നായിട്ടത് കൈകാര്യം ചെയ്യുകയും ജനങ്ങൾക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുകയും ചെയ്ത ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റായിരുന്നു. ഇന്ത്യയുടെ സ്ഥിതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പരമദയനീയമാണ്. സാമ്പത്തികമായിട്ട് എത്രയേറെ പ്രതിസന്ധികളാണ് നമ്മൾ നേരിട്ടത്. ആ സമയത്ത് വേലയില്ല, കൂലിയില്ല, പുറത്തു പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ മനുഷ്യൻ പട്ടിണി കിടന്ന് കുടുംബത്തിന് കിടന്ന് ചാകുമായിരുന്നു. പക്ഷെ അതിൻ്റെ അവസരം ഉണ്ടാക്കിയില്ലല്ലോ ഈ ഗവൺമെൻറ്. എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും ആരോഗ്യ ചികിത്സ, മറ്റ് സംവിധാനങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണോ എല്ലാം ചെയ്തു. ജീവജാലങ്ങളെ പോലും ഈ അവസ്ഥയിൽ ഭക്ഷണമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകരുത്, വെള്ളവും ഭക്ഷണവും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പോലും എടുത്ത ഒരു ഗവൺമെൻറ്. മറക്കാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ. ഇപ്പോൾ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് CPIയിലെ മുൻ MLA മാരായിട്ടുള്ള CC മുകുന്ദൻ, അതേപോലെ തന്നെ K അജിത്ത് പാർട്ടി വിടുന്നു. അതേപോലെ തന്നെ CPMലെ മുൻ മന്ത്രി അടക്കമുള്ള G സുധാകരൻ അടക്കമുള്ള ആളുകൾ പാർട്ടി വിടുന്നു. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം PK ശശി പാർട്ടി വിടുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കില്ല. മുന്നണിയെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കില്ല. കാലമത്രയും ഈ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് അതിലെ പല സ്ഥാനമാനങ്ങളും കൈകാര്യം ചെയ്ത് ഉയർന്നു വന്നിട്ട് വീണ്ടും അത് കിട്ടണം എന്നുള്ളതിൻ്റെ സ്വാർത്ഥതയാവാം, സ്ഥാനമോഹങ്ങളാവാം, പലതും ആകാം. ഓരോരുത്തരുടെ ഓരോ രീതികളാണ്. ഏതായാലും പാർട്ടിയിൽ നിന്ന് പോയാൽ കയം വിട്ടാൽ കരിപാടാണ്. പിന്നെ അവർ രക്ഷപ്പെട്ടിട്ടുള്ള ചരിത്രം ഏത് പാർട്ടിയെ സംബന്ധിച്ചുമില്ല. അതുകൊണ്ട് അതിനോടൊന്നും യാതൊരു തരത്തിലുള്ള യോജിപ്പും സന്ധിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞ ഉള്ളി പുറത്ത് നിന്നുള്ള ഒരു നിലപാടിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ CPIൻ്റെ മുൻ MLA മാരായ CC മുകുന്ദൻ, അതേപോലെ തന്നെ അജിത്തൊക്കെ പാർട്ടി വിടുമ്പോൾ KE സംസാരിച്ചിരുന്നു, മുതിർന്ന നേതാവ് എന്ന നിലയിൽ. ഞാൻ മുകുന്ദനായിട്ട് സംസാരിച്ചിരുന്നു, അജിത്തായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അവർക്കൊക്കെ പല മനസ്സിലെ മോഹങ്ങളാണ്. ആ മോഹങ്ങൾക്കൊക്കെ യാഥാർത്ഥ്യം കൊടുക്കാനൊക്കെ ഒരു പാർട്ടിക്ക് സാധിക്കുമോ? ഈ പാർട്ടിയല്ലേ അവരാക്കിയത്.
ഇപ്പോൾ മുകുന്ദൻ കർഷക തൊഴിലാളി രംഗത്ത് ഞാനൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സഖാവായിരുന്നു. ഞാൻ അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും അഖിലേന്ത്യാ ഭാരവാഹിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇയാൾ ജില്ലയിൽ ഉണ്ടായിരുന്നതാണ്. അയാളുടേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ പിന്നെ വർത്തമാനം പറഞ്ഞൊന്നും ശരിയാക്കാൻ അവരെ പറ്റില്ല. അപ്പോൾ ഒരു അനുഭവത്തിലൂടെ പഠിക്കട്ടെ എന്ന് വയ്ക്കുകയല്ലാതെ അയാളുടെ വിനാശകാലി വിപരീത ബുദ്ധി എന്ന് പറയുകയല്ലാതെ ഒരു വേറെ വഴിയില്ല. അജിത്തിൻ്റെ കാര്യം അത് തന്നെ. ഇപ്പോൾ ആലപ്പുഴയിൽ സുധാകരൻ കാല് ഒടിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ കാണാൻ പോയിരുന്നു. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹമായിട്ട് എത്രയോ കാലമായിട്ടുള്ള ബന്ധം എനിക്കുണ്ട്. ഞാൻ മന്ത്രിയായിരിക്കും, അദ്ദേഹം MLA ആയിരുന്നു. നല്ല സൗഹൃദ ബന്ധത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. എന്നോടും അദ്ദേഹത്തിന് വലിയ സ്നേഹവും ബഹുമാനമൊക്കെയാണ്. പക്ഷേ അദ്ദേഹം എടുത്ത ഈ നിലപാടിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അദ്ദേഹം രണ്ട് പ്രാവശ്യം MLA ആയിരുന്നു, 2 പ്രാവശ്യം മന്ത്രിയായി, 4 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ഈ പാർട്ടിയല്ലേ ചെയ്തത്. പാർട്ടിയല്ലേ അദ്ദേഹത്തെ വലിയൊരു നേതാവാക്കിയത്. ആലപ്പുഴയിൽ അറിയപ്പെടുന്ന അംഗീകാരമുള്ളൊരു നേതാവാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ പാർട്ടിക്കൊരു പങ്കില്ലേ. വ്യക്തികളെക്കുറിച്ച് ആക്ഷേപം ഉണ്ടാകുമായിരിക്കും. ഇന്ന് പാർട്ടി കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് അദ്ദേഹത്തിന് ചില ആക്ഷേപം ഉണ്ടായിരിക്കും. അത് വേർതിരിച്ച് ആ വിഷയം പറയല്ലാതെ പാർട്ടിയെ മൊത്തത്തെ കുറ്റപ്പെടുത്തിയിട്ട് പാർട്ടിക്കെതിരായി വേറൊരു നിലപാടെടുക്കാൻ പറ്റുമോ? എന്നിട്ട് എതിരാളികളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് അവിടെ ഈ പാർട്ടിക്ക് എതിരായി, മുന്നണിക്കെതിരായി മത്സരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ സഖാക്കൾ എങ്ങനെയാണ് എടുക്കുക? അവിടെ നാട്ടുകാരെങ്ങനെയാണ് എടുക്കുക? തൽക്കാലം ഇപ്പോൾ കുറച്ച് ഓളങ്ങളുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആരെങ്കിലുമൊക്കെ പിന്തുണയ്ക്കാനുണ്ടാകും, എരിവും പുളിയും കൂട്ടി കൊടുക്കാനുണ്ടാകും. അതൊക്കെ നാളെ 2-4 ദിവസം കൊണ്ട് അവസാനിക്കും. ശക്തിയുടെ കാര്യം അതാണ്, ഇദ്ദേഹത്തിൻ്റെ കാര്യം അത് തന്നെയാണ്. ഈ അടക്കം മുന്നേ നേതൃത്വത്തോട് ഇടഞ്ഞു നിന്നപ്പോൾ പോലും ഇത്തരം നിലപാട് ചില വിമർശനങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിരോധമൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാനും കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു പാർട്ടിയല്ലേ. 10-70 കൊല്ലക്കാലം ഈ പാർട്ടി പ്രവർത്തിച്ച് ഞാൻ ഈ കൃഷ്ണപ്പള്ളി ഒഴിച്ച് ബാക്കി എല്ലാ നേതാക്കളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. EMSനെയും AKGനെയും എനിക്കറിയാം. അതുപോലെ MNയും TV അച്യുതമേനോനും ഒക്കെ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ബാലറാം, S കുമാരൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രഗത്ഭന്മാരായ നേതാക്കന്മാരൊപ്പായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചില്ലേ. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഈ പഴയ കാലത്തെ കുറിച്ച് അറിയുന്നവർ പോലും അല്ലാത്ത പുതിയ തലമുറയാണ് ഇപ്പോൾ പാർട്ടി ലീഡർഷിപ്പ്. അവരുടെ ഭാഗത്ത് വരുന്ന എന്തെങ്കിലും പാകപ്പഴവിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വിമർശനം ഉണ്ടെങ്കിൽ പാർട്ടിയോടല്ലല്ലോ. എനിക്ക് പാർട്ടിയോട് ഒരു വിരോധമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആജീവനാന്തം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളുണ്ടാവില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും സ്ഥാനാർത്ഥികൾ മുഴുവൻ വിളിക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സഹായിക്കാൻ കഴിയുമോ ആ പ്രവർത്തനമൊക്കെ ഞാൻ നടത്തും. അതിലൊന്നും യാതൊരു സംശയമില്ല. സംസ്ഥാന സെക്രട്ടറി വിളിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടറി ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വിളിച്ചിരുന്നു. 2-3 പ്രാവശ്യം വിളിച്ചു. പിന്നെ DC ആയിട്ട് ബന്ധപ്പെടണം, അവിടെ ചില പരിപാടികളൊക്കെ പറയുന്നവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു വിരോധമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഞാൻ പോവുകയും ചെയ്തു. അല്ലാത്ത കുറേ സ്ഥലങ്ങളിൽ മെമ്പർമാർ ഒന്ന് വിളിക്കുകയും അങ്ങനെ ഉള്ളവർക്കൊക്കെ ഞാൻ ഓരോ ഇതിലെന്താണ് ഫേസ്ബുക്കിൽ മെസ്സേജ് കൊടുക്കുകയും കുറേ ആളുകൾക്ക് അങ്ങനെ പല സ്ഥലത്തും കൊടുക്കേണ്ടി വന്നു, പല ജില്ലകളിലും കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കൊടുക്കുകയും ആ വർക്കൊക്കെ ഞാൻ സഹായിച്ചിരുന്നു. പ്രചരണത്തിന് എന്തായാലും ഉണ്ടാവും, പ്രചരണത്തിനുണ്ടാവും. ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും തെരഞ്ഞെടുപ്പിൻ്റെ സംസ്ഥാന ചുമതല വഹിച്ച് നടന്നിട്ടുള്ള ആളാണ്. 10-30 കൊല്ലമെങ്കിലും ഒരു 30 കൊല്ലക്കാലം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചുമതലക്കാരനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും ഞാൻ സജീവമായിട്ടായിരുന്നു. ഞാൻ ഈ 14 ജില്ലകളിലും അന്ന് തെരഞ്ഞെടുപ്പ് പാർട്ടി ലീഡേഴ്സിൻ്റെ പ്രോഗ്രാം കൊടുക്കുന്നതിൻ്റെ കൂടെ 1-2 ദിവസം ഓരോ ജില്ലകളിലും കൊടുത്ത് എല്ലാ സ്ഥലത്തും ക്യാമ്പയിനായിട്ട് പോയിട്ടുള്ള ആളാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CC മുകുന്ദൻ ഉന്നയിച്ച ഒരു പ്രധാന കാര്യം പേയ്മെൻറ്റ് സീറ്റാണ് നാട്ടികയിൽ ഗീതാ ഗോപിക്ക് നൽകിയത് എന്നാണ്. അതേപോലെ തന്നെ പാലക്കാട് മണ്ണാർക്കാടും അതേപോലെ ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതിനൊന്നും ഒരു മറുപടി പറയുന്നതിന് അർത്ഥമില്ല. ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ പുതിയൊരാളെ ആ സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിങ്ങനെ ഒരു അപവാദങ്ങൾ വരാറുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് ഞാൻ പോകുന്നില്ല. മറ്റേ നാട്ടികയിൽ പറഞ്ഞതിന് മുമ്പുണ്ടായിരുന്ന MLA ആയിരുന്നു, 2 പ്രാവശ്യം അവർ MLA ആയിരുന്നു. അത് പിന്നെ എങ്ങനെയാണ് പിന്നെ ഒരു പേയ്മെൻറ്റ് സീറ്റാകുന്ന എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് 2 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം അവർ ഒഴിവാക്കിയിട്ട് ആണ് മുകുന്ദനെ എടുക്കുന്നത്.
മുകുന്ദൻ്റെ പാർട്ടി സംഘടനയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള സംഘടനാ പ്രശ്നങ്ങളാണ് മുകുന്ദനെ ഒഴിവാക്കാൻ ഇടയായ സാഹചര്യങ്ങൾ. അപ്പോൾ പിന്നെ അവിടെ ഏറ്റവും നല്ലത് പഴയ MLA തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് അവരെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നത്. അതിൽ പേയ്മെൻറ്റ് സീറ്റൊന്നും പ്രശ്നം ഉദിക്കുന്നില്ല. മണ്ണാർക്കാട് ഇത്തവണ പിടിച്ചെടുക്കുമോ? മണ്ണാർക്കാട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. നല്ലോണം ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ, ചിലപ്പോൾ കിട്ടിക്കൂടാകില്ല. ഒരു കാണാൻ കൊള്ളാവുന്നൊരു നല്ല മുഞ്ചുള്ള ഒരു ചെറുപ്പക്കാരനാണ്, കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനസ്സിൽ ബക്കർ മനസ്സിൽ ബക്കർ പടമൊക്കെ കാണുമ്പോൾ കൊള്ളാൻ ഒരു സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് സാമൂഹ്യ ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നേരിട്ട് അങ്ങനെ പരിചയമില്ല അയാളെ. ഗെയ് അവിടെ പ്രചരണത്തിനുണ്ടാവും. എന്നോട് ആ ഭാഗത്ത് വരണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ പോകും. അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഒരു മാനസികമായ അടുപ്പം ബന്ധമുള്ളത് പട്ടാമ്പി ഭാഗത്താണ്. ഞാൻ മോസിൻ്റെ മണ്ഡലം കുറേ പ്രാവശ്യം ജയിക്കുകയും മന്ത്രിയാകുകയൊക്കെ ചെയ്തതാണ്. എനിക്ക് വ്യക്തിപരമായി തന്നെ ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷ ആളുകളെയും നേരിട്ടറിയാം. വ്യക്തിപരമായി പേര് വിളിച്ച് ബന്ധപ്പെടാനുള്ള അത്രയും ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് എനിക്ക് വിളിച്ചു പറഞ്ഞാൽ തന്നെ കുറേ സഹായിക്കാനൊക്കെ കഴിയും. അതൊക്കെ ഞാൻ ചെയ്യും.